സൺസ്ക്രീനാണ്. താല്പര്യം യാത്രയ്ക്കാണ്, സൺസ്ക്രീൻ ആവശ്യമില്ല. ഞാൻ മൂക്കുത്തി വെച്ചിട്ടുണ്ടോ കുറച്ച് സുന്ദരിയെ. ഹലോ ഗൈസ്, ഒരുങ്ങി കെട്ടിയിട്ട് പോകാൻ പോകുന്നത് ഒരു താലപ്പൊലിക്കാണ് കേട്ടോ. ആദ്യം വലിയ കാര്യത്തിൽ വേഷ്ടിയും മുണ്ടൊക്കെ എടുത്തു. ഭയങ്കര തടി കൂടുതലായതുകൊണ്ട് തന്നെ എനിക്കൊരുവിധം ഡ്രസ്സുകളൊന്നും അങ്ങോട്ടങ്ങോട്ട് ശരിയാവലില്ല. അതുകൊണ്ട് തന്നെ ഉടുത്ത സാധനം അതേ സ്പീഡിൽ അഴിച്ചു വെച്ച് ഞാൻ ഈ ധാവണി ഉടുത്തിട്ടാണ് താലപ്പൊലിക്ക് പോയത്. ഇവിടെ അടുത്തുള്ള അയ്യപ്പൻകാവിൽ മണ്ഡലം 41 താലപ്പൊലിയാണ് കേട്ടോ അത്. താലപ്പൊലി എടുക്കുന്ന ആൾക്കാരോട് 6:30 ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയത് 6:45 7 മണിയായിട്ടാണ്. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴേക്ക് താലപ്പൊലിയും അങ്ങനെ തുടങ്ങി. ഇപ്രാവശ്യം ഞാനും അമ്മയും എടുത്തിട്ടുണ്ട് കേട്ടോ താലപ്പൊലി. അങ്ങനെ കുറച്ച് നടന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താലപ്പൊലി എടുത്തിട്ടില്ല, അമ്മേൻ്റെ കൂടെ നടന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും എടുക്കണമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ, പിന്നെ വേറെ കുറേ ചേച്ചിമാരും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 7 മണിക്ക് തുടങ്ങി, പിന്നെ ഒരു 10:30 ഞങ്ങൾ അയ്യപ്പൻകാവിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെ കയ്യിലുള്ള താലവും വിളക്കൊക്കെ അവിടെ വാങ്ങി വെച്ചു. ഞങ്ങളിങ്ങനെ പരിപാടി കാണാൻ വേണ്ടി ഇരുന്നിട്ടോ. ഒരു കാവടി ആടുന്ന ആൾ കണ്ണൊക്കെ കെട്ടിയിട്ട് വേറൊരാളുടെ കയ്യിലുള്ള കക്കിരി മുറിക്കുന്ന കേട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിട്ടോ. പിന്നെ ഈ ശിങ്കാരിമേളം കളിക്കുന്ന ഏട്ടന്മാർ, ഓരോ എനർജി ഒന്നും പറയാനില്ല, അടിപൊളിയേനു. ഈ പ്രാവശ്യത്തിനെക്കാട്ടും കുറച്ചധികം പരിപാടികൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാനുള്ള ആൾക്കാരെ തിരക്കും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ല കേട്ടോ. ഈ തലയിൽ ഓരോന്ന് കെട്ടി കളിക്കുന്ന ആൾക്കാരും, അതുപോലെ തന്നെ പശുവിൻ്റെയും മയിലിൻ്റെയും വേഷം കെട്ടിയതും, ദേവി ഹനുമാൻ അങ്ങനത്തെ വേഷം കെട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മെല്ലെയൊക്കെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.